ഇനി പറയാൻ പോകുന്നത് കോമരം കളി. അയ്യപ്പൻ തീയാട്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, കോമരം തുള്ളലൊക്കെ കേട്ടിട്ടുണ്ടാകും. അതൊരു കലാരൂപമാണ്. അതിന് കലയായി അംഗീകരിക്കണം. അവർക്ക് പെൻഷനും മറ്റുള്ള കാര്യങ്ങൾ ലഭിക്കണം. കാരണം ഈ അഞ്ചുമൂർത്തി അമ്പലം വെറും ഭക്തിയുടെ അപ്പുറത്തേക്ക് കലകളെ നിലനിർത്താൻ, കലാകാരന്മാരെ നിലനിർത്താൻ, ഒരു പൈതൃക ജില്ലയുടെ എല്ലാ വേരുകളും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധന ആലയമാണത്. ഒരു സമൂഹത്തെ, മനുഷ്യനെ, ജീവജാലങ്ങളെ, പശുക്കളെ, ഇരുകാലികളെ, നാൽക്കാലികളെ, വിത്ത്, സമ്പത്ത്, അങ്ങനെ എല്ലാ നന്മകളെയും തിരിച്ചു പിടിക്കുന്ന ഈ ആലയത്തിൽ നിന്ന് ഇങ്ങനൊരു വർത്തമാനം പറയുമ്പോൾ അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തും. കാരണം അങ്ങാടിപ്പാട്ടുകൾ നമ്മുടെ അടുക്കളയിലും അടുക്കള കാര്യങ്ങൾ അങ്ങാടിപ്പാട്ടായി തീരുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഏത് മൊക്കിലും പറഞ്ഞാലും അടുക്കളയിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങാടിപ്പാട്ടായി മാറാറുണ്ട്. ഇവിടെ ഈ സദസ്സിനുള്ളിൽ, ഈ ഭക്തിയാർന്ന സദസ്സിൻ്റെ മുന്നിൽ പറയുന്ന സമയത്ത് ഒരു പക്ഷേ ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തട്ടെ. കോമര തുള്ളുന്നവർ അവരും കലാകാരന്മാരാണ്. അതൊരു കാലും ചുവടും കലാശവും വാളും പിടിച്ചുകൊണ്ട് തുള്ളുന്നത് അതിനൊരു കലാമൂല്യമുണ്ട്, അതിനൊരു നിയമമുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് കോമരം തുള്ളുന്നത്. അവരെ കലാകാരന്മാരായി അംഗീകരിക്കണം. അവർക്ക് കലാകാരന്മാർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനും മറ്റുള്ള ഇത്യാദികളും ലഭിക്കണം എന്ന് ശക്തമായി വാദിക്കുന്നു, ആഗ്രഹിക്കുന്നു. അത് ലഭിക്കട്ടെ. ഈ സന്നിധിയിൽ നിന്ന് അതിന് തുടക്കം കുറിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തേരുകൊള്ളമ്മേ തേരുകൊള്ളേ, ഇക്കളം തന്നില പൂജ കൊള്ളേ. തേരുകൊള്ളമ്മേ തേരുകൊള്ളേ, ഇക്കളം തന്നില തേരുകൊള്ളേ. നമ്മൾക്ക് പാട്ട് കേൾക്കുക, റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു ആസ്വാദനമായി മാറണമെങ്കിൽ നമുക്ക് താളം പിടിച്ച് ഈ പാട്ടിലേക്ക് ഒന്ന് മുഴുകാം. ഒന്നും കൂടി അടുത്തിരുന്നാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതെ, മുന്നോട്ട് വരട്ടെ. ചേച്ചി ഇങ്ങോട്ട് വാ. ഇനി ഇത്ര നേരം ഞാൻ ഒട്ടിക്കിരുന്നില്ലേ, നിങ്ങൾ കുറച്ചും കൂടെ അടുത്തേക്ക് വരും. ഞാൻ കുറച്ചും കൂടെ നിന്ന് പാടാം. ഞാനും നിന്ന് പാടാം. തേരുകൊള്ളേ, ഇക്കളം തന്നില തേരുകൊള്ളേ. നമ്മളൊക്കെ നന്നായി പണിയെടുത്ത് വരുന്ന സമയത്ത്, നടന്നു വരുന്ന സമയത്ത്, നന്നായി വേർത്ത സമയത്ത് കാറ്റ് കൊണ്ട് എന്തായിരിക്കും സ്ഥിതി? നല്ല സുഖം കിട്ടില്ലേ? അതേപോലെ പാട്ടിൻ്റെ കാറ്റ് ആര് കൊള്ളുന്നുവോ അവരുടെ ദേഹത്ത് എല്ലാ ഒന്നും കൂടി ദേഹം എന്താ പറയുക, കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആയി മാറും. അതൊരു സുഖമാണ്. സംഗീതത്തിൻ്റെ ഒരു വലിയ അല ലഭിക്കുന്നത് വളരെ നല്ലതാണ്. മോളൊക്കെ വാ, മോളൊക്കെ കൂടെ നിൽക്കേ, ഒരു ജസ്റ്റ് കൂടെ നിൽക്കുക. വാ, നിങ്ങൾക്കറിയുന്ന പാട്ട് തന്നെ ഞാൻ പാടാം. തെക്കും കൊല്ലത്ത് വാഴുന്ന പൊന്നും ഭഗവതിയേ, ഞാനിടത്തൊന്നു വന്ന് കളിവിളയാടട്ടെ. പള്ളി വാളും ഭദ്രവട്ടകമായൻ തിരുനുമ്പിൽ വന്ന് കളി തുടങ്ങാം. അങ്ങനെ പള്ളി വാളേ ഭദ്രേ വട്ടകം കയ്യിലേന്തും തമ്പൂരട്ടേ, നല്ലച്ഛൻ്റെ തിരുനുമ്പിൽ ചെന്ന് കളി തുടങ്ങേ. അങ്ങനെ പള്ളി വാളേ ഭദ്രേ വട്ടകം കയ്യിലേന്തും തമ്പൂരട്ടേ, നല്ലച്ഛൻ്റെ തിരുനുമ്പിൽ ചെന്ന് കളി തുടങ്ങേ. അങ്ങനെ ഇനി ഞാനും മറന്നിടാം, നല്ലച്ഛനും മറന്നിടാം. മറന്നിടുക ശ്രീ തന്നെ മുതലേ വേറെ ഉണ്ടേ. അങ്ങനെ പള്ളി വാളേ ഭദ്രേ വട്ടകം കയ്യിലേന്തും തമ്പൂരട്ടേ, നല്ലച്ഛൻ്റെ തിരുനുമ്പിൽ ചെന്ന് കളി തുടങ്ങി. അങ്ങനെ ചന്ദ്രഹാസമിരിക്കുന്നിടത്ത് അറുകൊല്ല കളി ഭദ്ര കളിയേ, 1000 കണ്ണുള്ള അശ്വത പുള്ളി ബദളൻ കാവലതുണ്ടേ. അങ്ങനെ പള്ളി വാളേ ഭദ്രേ വട്ടകം കയ്യിലേന്തും തമ്പൂരട്ടേ, നല്ലച്ഛൻ്റെ തിരുനുമ്പിൽ ചെന്ന് കളി തുടങ്ങി. അങ്ങനെ ഇനി ഞാനും മറന്നിടാം, നല്ലച്ഛനും മറന്നിടാം. മറന്നിടുക ശ്രീ തന്നെ മുതലേ വേറെ ഉണ്ടേ. അങ്ങനെ പള്ളി വാളേ ഭദ്രേ വട്ടകം കയ്യിലേന്തും തമ്പൂരട്ടേ, നല്ലച്ഛൻ്റെ തിരുനുമ്പിൽ ചെന്ന് കളി തുടങ്ങി.
കണ്ണ് കൊണ്ട് നോക്കി നീ വിത്തെന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കൃഷ്ണമണി പൊടി തെറിച്ചു പോക. അങ്ങനെ നാവ് കൊണ്ട് ചൊല്ലി നീ വിത്തെന്ന് പറഞ്ഞാൽ നാവിന്റെ കട്ടപ്പഴുത്ത് പറഞ്ഞു പോക. അങ്ങനെ കൊണ്ടുപോ കൊണ്ടാടി മോളെ കാളിയെ മോളെ ശ്രീകുറുമ്പേ. ആ വിത്ത് കസുര വിത്ത് മലനാടി ചെന്നാൽ ആവത്താണ്. ആ വിത്തൊന്ന് മലനാടി ചെന്നാൽ മനുഷ്യക്കെല്ലാം ആവത്താണ്. ആ വിത്തൊന്ന് മലനാടി ചെന്നാൽ മനുഷ്യക്കെല്ലാം ആവത്താണ്. അങ്ങനെ പള്ളി വാള് ഭദ്രേ വട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ല ചെന്ന് തീരുന്നു